ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR കോബീസിലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ ഓരോ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കണേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി ഇങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ ജലാംശം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തുള്ള ഇഞ്ചിക്കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ തേങ്ങയൊന്നും ചേർക്കാറില്ല. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ രണ്ടും കൂടെ മുരിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കങ്ങ് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടണം. കറിവേപ്പിലയും കൂടെ 2 തണ്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇത്ര എണ്ണ നമുക്ക് കോരിയെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ബൗളിലോട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അന്നേരം മിക്സിയുടെ ജാറിലോട്ടാക്കി നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ മൊത്തം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആ എണ്ണ നമുക്ക് കുറച്ച് നമ്മൾ ഊറ്റി വെച്ചേക്കണ എണ്ണ കുറച്ച് ഞാൻ ചീനച്ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ 1/4 ടീസ്പൂൺ വീതം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുത്തത്. നെല്ലിക്ക വലുപ്പത്തിൽ പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യമേ തേങ്ങയും ഇഞ്ചിയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ ഇതേകോണം ലൂസായിപ്പോയി. കണ്ടോ, ഈ രീതിയിലാണ് കിട്ടിയേക്കണേ. നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കണ ആ രീതിയിൽ തന്നെയാണ്. അങ്ങനെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇത് 1 ടീസ്പൂൺ ശർക്കരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവും പുളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ബാലൻസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് വറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇഞ്ചിക്കറി തയ്യാറാക്കിയേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.